മനുഷ്യന്മാർ നന്ദി കെട്ടവരാണെന്ന് 5 വട്ടം സത്യം ചെയ്തിട്ട് അല്ല പറയാൻ. അപ്പം അതിൻ്റെ ഗൗരവം എത്രയുണ്ട്. ഇത് പറയുമ്പോൾ പടച്ചവനെ ഇതെന്നെ പറ്റിയാണോ ചിന്തിക്കണം. ദാരിമ്യം ചിന്തിക്കണം, നിങ്ങളും ചിന്തിക്കണം. പടച്ചവനെ ഇതെന്നെ പറ്റിയാണോ പറയാ അല്ലേ? എത്ര എത്തിമക്കളാ എന്നെ പലരും വിളിച്ച്, എത്ര രാവിൽ വിഷപ്പൂ സഹിച്ച് എന്നെ പലരും വിളിച്ച്, എത്ര രാവിൽ വിഷപ്പൂ സഹിച്ച് കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച്, ഓത്തതിൽ ഒറ്റ പാട്ടില്ലെനിക്ക്, കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക്. അനാഥ മക്കളുടെ കഥ അങ്ങനെയാണ്. അവരോട് കളിക്കാൻ ആളില്ല, അവരോട് മിണ്ടാൻ ആളില്ല. എന്നാൽ അവരെ നമ്മൾ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു അവർ കനൂദാൻ, നന്ദി കെട്ടവരാൻ. ആ സമയത്താണ് അള്ളാഹുവിന്റെ സ്വഹാബത്ത് ചോദിച്ചത്, നബിയെ, ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിച്ചേക്ക്, നബിയെ മനിൽ കനൂദ് യാ റസൂലല്ലാഹ്. ഈ കനൂദ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമുക്കറിയാം. എന്താ കനൂദ് എന്ന് പറഞ്ഞാൽ? ആദരവായി നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ചൊല്ലിക്കോളി മനുഷ്യന്മാരെ, ആദരവായി നബിയുനാ റസൂലുള്ളാഹി. നല്ല ഉഷാറാങ്ങൾ, എനിക്കറിയാം നിങ്ങൾ ഉഷാറാന്ന് തന്നെ. പിന്നെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ, സൂചിപ്പിച്ചെന്നുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ, അല്ലദീ യൻസിലു വഹദ വയംനഉ റിഫദ വയളിറബു അബദ. അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകൊണ്ട് പറഞ്ഞു, അല്ലദീ യൻസിലു വഹദ, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ. ആരാണ് ഇപ്പൊ നന്ദി കെട്ടവരെന്ന് പറയാട്ടോ? സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ. എൻ്റെ മകൾ, എനിക്ക് വേറെ ആരും കാര്യം എനിക്കറിയണ്ട, എനിക്ക് എൻ്റെ മകളുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അല്ലദീ യൻസിലു വഹദ, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ. വയംനഉ റിഫദ എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സാധുവായ ഒരു പാപ്പ പറയാണ്, ഒരു കുട്ടി പാവല്ലേ, എന്തെങ്കിലും ഞാൻ കൊടുക്കാട ചങ്ങായി. അപ്പം എൻ്റെ പൊന്നാര കൂട്ടുകാർ, എനക്ക് വേറല്ല പണിയില്ലേ, നിനക്ക് വേറല്ല പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നവരെ പോലും പിന്തിരിപ്പിക്കുന്നവർ, അവരാണ് നന്ദി കെട്ടവരെന്ന് ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആരും വെറുപ്പിക്കാൻ പറയില്ല. അതുകൊണ്ടാണ് അവിടെ എന്തിനാണ് അല്ലാഹുവേ സൂറത്ത് യാസീൻ അറിയുമല്ല, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. സൂറത്ത് യാസീൻ, യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. സൂറത്ത് യാസീനിൽ സാധാരണ പച്ചയായ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അവിടെ അല്ലാഹുവേ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എല്ലാ സാധനങ്ങൾക്കും ഖൽബുണ്ട്, ഹൃദയമുണ്ട്. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമേതാ? അത് സൂറത്ത് യാസീനാ. ആ സൂറത്ത് യാസീനിലാണ് അല്ലാഹുവേ ഒരു ജീവിച്ചിരുന്ന സാധാരണക്കാരനായ ബനു നജ്ജാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് അവിടെ എന്ന് പറഞ്ഞത്. ആ മനുഷ്യനെ പറ്റി അറിയോ? ആ മനുഷ്യനെ സംബന്ധിച്ചറിയോ? ആരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ബനു നജ്ജാർ എന്നറിയോ? നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിച്ചതിന് ശേഷവും അല്ലാഹുവേ പടച്ചവനെ നല്ലതുപോലെ വർത്തമാനം പറഞ്ഞ ആളോട് സൂറത്ത് യാസീൻ അദ്ദേഹത്തിന്റെ വാക്കതുപോലെ എടുത്തുകൊണ്ട് ഉദ്ധരിച്ചതാണ്. എന്തേ പറഞ്ഞു പോയത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു എനിക്ക് തന്നുപോയ പ്രതിഫലങ്ങള് ഈ ആളുകളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എന്തുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീനിൽ പോലും കൂലിപ്പണി ചെയ്തുകൊണ്ട് നടന്നു പോയ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അങ്ങനെ ഖുർആന് പറഞ്ഞ എന്തറിയോ? എല്ലാ
ദിവസവും അദ്ദേഹം സമ്പാദിക്കുന്ന സമ്പത്ത് അതിൻ്റെതായിട്ടുള്ള നേരെ പകുതി അത് പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ദിവസവും സ്വതക കൊടുക്കുമായിരുന്നെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹ് പറയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് യാസീനിൽ പറഞ്ഞതാ ബനു നജ്ജാർ. എന്തുകൊണ്ട് ഖുർആനിൽ സാധാരണ ഒരു മനുഷ്യൻ, അമ്പിയാക്കളിൽപ്പെട്ട ആളല്ല, ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മനുഷ്യനല്ല, പിന്നെന്തുകൊണ്ട് മരിച്ചതിന് ശേഷം സംസാരിച്ച ഒരേ ഒരു മനുഷ്യൻ ആരാ? അദ്ദേഹമാണ്. അള്ളാഹു എനിക്ക് തന്ന പ്രതിഫലങ്ങൾ എൻ്റെ കൂടെയുള്ള ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അള്ളാഹു നമുക്ക് ആ ഒരു സൗഭാഗ്യം തരട്ടെ. ചില ആൾക്കാർ ചിരിക്കുന്നുണ്ട് മരിച്ചതിന് ശേഷം സംസാരിക്കുക, അതല്ല, അള്ളാഹിൻ്റെ സ്വർഗത്തിൽ പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ ഉറക്കാമീൻ പറയും. നാളെ മഹ്ശറെ പോകുമ്പോഴേ ചില ആളുകൾ ഇങ്ങനെ ഉംറയൊന്നും ചെയ്തിട്ടുണ്ടാവൂല, ഉംറയോ സക്കാത്തോ സ്വതക്കൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇഖ്റ കിതാബക്ക് വായിക്കട, അതിൻ്റെ കിതാബ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 50 ഉംറ, 70 ഉംറ, 30 ഉംറ, 40 ഉംറ, എവിടെ ഉംറയൊന്നും ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ട് കിട്ടിയെന്നറിയോ? ഇതുപോലത്തെ പ്രഭാഷണങ്ങളുടെ സദസ്സിലിരുന്നു കൊണ്ട് ആമീൻ പറഞ്ഞല്ലോ, അതിന് പകരം കിട്ടിയതാണ്. അള്ളാഹു നമുക്കത് എത്തിച്ചു തരട്ടെ. അങ്ങടെ ആമീൻ കൊണ്ട് ഉമ്മരുടെ കൂലിയാ, വെറുതെ എന്തിനാ ചങ്ങായിമാരെ വേണ്ടെന്ന് ഉറക്കെ പറയും. അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇതുപോലെയുള്ള പരിപാടികൾ ഇവിടെ നിന്ന് മാത്രമല്ല എവിടെ നടന്നാലും നമ്മളാൽ കൊണ്ട് കഴിയുന്നൊരു സഹായം നമ്മൾ ചെയ്യണം. അള്ളാഹുവിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അതുകൊണ്ട് എനിക്ക് സംഘാടകർ തന്നൊരു നല്ലൊരു വിഷയമാണ് ഞാൻ കൊടുത്തല്ല, അവർ തന്നെ എനിക്ക് തന്നതാ. അതുകൊണ്ട് ആ ഒരു വിഷയം പറയുമ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുമ്പോഴാണ് പടച്ചവനെ പ്രിയപ്പെട്ട സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. വന്നുകൊണ്ട് മുസ്തഫ നബിയോട് പറയാ, യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണ് നബിയേ, ഞങ്ങളൊക്കെ നോമ്പെടുക്കുന്നവരാ നബിയേ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഹദിയാ ചെയ്യുന്നവരാണ് നബിയേ. യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഇബാദത്തുകൾ പടച്ചവൻ സ്വീകരിക്കുവോ? നമ്മുടെ നോമ്പുകൾ പടച്ചവൻ സ്വീകരിക്കുവോ? ഞങ്ങളുടെ സക്കാത്തുകൾ പടച്ചവൻ സ്വീകരിക്കുവോ എന്ന് ചോദിച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, പടച്ചവനേ, ആരാ സയ്യിദ് ഇബ്നു അസ്ലം എന്നറിയോ? ആരാണ് സയ്യിദ് ഇബ്നു അസ്ലം എന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്തഫ നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയ സ്വഹാബിയാ. പടച്ചവനേ, സയ്യിദ് ഇബ്നു അസ്ലമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, സയ്യിദ് ഇബ്നു അസ്ലമേ, മദീനയിലൂടെ കടന്നു പോയിട്ട് പ്രിയപ്പെട്ട മുഴുവൻ സ്വഹാബത്തിനെയും വിളിക്കുക. ബഹുമാനപ്പെട്ടവര് കടന്നു പോയിട്ട് സ്വഹാബത്തിനെ എല്ലാം വിളിക്കുന്നു. എല്ലാവരും വരി വരിയായിട്ട് ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കൊന്ന് വരികയോ. സയ്യിദ് ഇബ്നു അസ്ലമിനോട് പറയുന്നു, സയ്യിദേ, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ സയ്യിദേ, അതൊന്ന് ചോദിക്കാവോ എന്ന് പറയുന്ന സമയത്താണ് സയ്യിദ് ഇബ്നു അസ്ലം ചോദിക്കാ, റസൂലല്ലാഹ് നബിയേ, ഞങ്ങൾ നിസ്കരിക്കുന്നവരാ നബിയേ, ഞങ്ങൾ നോമ്പെടുക്കുന്നവരാ നബിയേ, ഞങ്ങൾ സകാത്ത് കൊടുക്കുന്നവരാ നബിയേ, ഞങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണ് നബിയേ. പക്ഷേ നാളെ പടച്ചവന്റെ കോടതിയിലേക്കൊന്ന് കടന്നു പോകുമല്ലോ. ഫഇദാ നുഫിഖ ഫിസ്സൂരി ഉഖറാ ഫഇദാ ഹും ഖിയാമു പടച്ചവനെ, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലേക്ക് ഊതുമല്ലോ. ബാപ്പ മരിച്ച്, ഉമ്മ മരിച്ച്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. പടച്ചവനെ, ഭൂമി സംസാരിക്കുന്ന ദിവസം, ഭൂമി സംസാരിക്കുന്ന ദിവസം റസൂലേ, നമുക്ക് രക്ഷപ്പെടാൻ വല്ല
വഴിയുമുണ്ടോ? എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, മഹ്ശറയാകുന്ന കോടതിയിൽ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു പോയപ്പോ ഒരുപാട് നിസ്കരിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞില്ല, ഒരുപാട് നോമ്പെടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞില്ല, ഒരുപാട് സകാത്തുകൾ കൊടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞില്ല, പടച്ചവന്റെ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞില്ല. പിന്നെ എന്തേ റസൂലുള്ള പറഞ്ഞു എന്നറിയോ? സുബ്ഹാനല്ലാഹ് റിളൽ വാലിദൈ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമാണ്, ഉമ്മയുടെ പൊരുത്തമാണ്, ബാപ്പയുടെ പൊരുത്തമാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ പടച്ചവനിക്ക് വേണ്ടി ഒരുപാട് നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് നോമ്പെടുത്തിട്ട് കാര്യമില്ല, ഒരുപാട് സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല. ഏതു മതങ്ങളെടുത്ത് പരിശോധിച്ചാലും മാതാവിനോടുള്ള മഹബത്തിനെ പറ്റി പറയാതിരിക്കില്ല. നമ്മുടെ ഹൈന്ദവരായ സഹോദരങ്ങളുടെ വേദഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും എൻ്റെ പ്രിയപ്പെട്ടവരെ മാതാവിൻ്റെ സ്ഥാനത്തെ പറയുന്നുണ്ട്. ക്രൈസ്തവരായ സഹോദരങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അവിടെയും മാതാവിൻ്റെ പിതാവിൻ്റെ മഹത്വങ്ങൾ കാണുന്നുണ്ട്. എന്നാലോ ലോകത്തിൻ്റെ രാജകുമാരൻ എന്താ പറഞ്ഞു എന്നറിയോ? പ്രിയപ്പെട്ട സ്വഹാബാ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമുണ്ടെങ്കിൽ നീ പടച്ചവനെ ഏത് കൊടും തണുപ്പത്ത് ഡിസംബറിന്റെ സായം സന്ധ്യയിൽ അവിടെ നിന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെഴുന്നേക്കാൻ അവർക്ക് മടിയാണ്. കാരണം തണുപ്പുണ്ടല്ലോ, മഞ്ഞ് പെയ്യുന്ന രാത്രികളാണല്ലോ, മഞ്ഞ് പെയ്യുന്ന പുലർച്ചയിൽ ഒന്നെഴുന്നേറ്റ് പോകാൻ പോലും മടി കാണിക്കുമ്പോഴും പടച്ചവന്റെ പള്ളിയിലേക്ക് ഓടി വന്നുകൊണ്ട് നിസ്കരിച്ചു പോയ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, വല്ലാഹി ആ നിസ്കാരം പോലും പടച്ച റബ്ബ് സ്വീകരിക്കണോ? മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ അത് പടച്ചവനിക്ക് വേണ്ടോ? നബിയുനാ മുഹമ്മദിനിൽ മുസ്തഫ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും, എന്തിന് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ നിങ്ങൾ വന്നിരുന്നു വഅദ് കേൾക്കാൻ നിങ്ങൾ വന്നിരുന്നു. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ പ്രതിഫലം എവിടെ നിന്നാണ് കിട്ടുന്നറിയോ? ഉമ്മാൻ്റെ ബാപ്പാൻ്റെ പൊരുത്തുണ്ടെങ്കിൽ മാത്രമാണ് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ഒരു അവസരം കിട്ടി. മുയിലാര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മുങ്ങരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് പറയും ബാപ്പാര്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നന്നായിട്ട് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ പണ്ടിങ്ങനെ വാതിന് പോയ സമയത്ത് ഒരു കടയിൽ കയറി, നമ്മുടെ ജില്ലയും കൊല്ല കുറേ അങ്ങോട്ട് പോയിട്ട് ഒരു കടയിൽ കയറി. അങ്ങനെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അസറിൻ്റെ സമയം. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, ഉസ്താദെ നമുക്കൊരു കാര്യം ചെയ്യാം, അസറിൻ്റെ സമയമൊക്കെ ആയല്ലോ, നമുക്കൊരു ചായയും കടിയും കഴിക്കാം. അപ്പോൾ അദ്ദേഹം ചോദിച്ച് വളരെ സന്തോഷമുള്ള ചോദ്യം, അസറായല്ലോ ചായ കൊണ്ടുവച്ചു. എന്നിട്ട് ചായക്കടക്കാരനോട് ചോദിച്ചു, അല്ല ഇവിടെ എന്തൊക്കെയാണ് പിന്നെ കഴിക്കാനുള്ളത്? അപ്പോൾ പറഞ്ഞു കുറേ സാധനങ്ങളുടെ പേരിങ്ങനെ എണ്ണി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവസാനം മൂപ്പര് വേറൊരു പേര് പറഞ്ഞു. ആ പേര് പറഞ്ഞപ്പോൾ ബേക്കലച്ചി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, എന്നാൽ ശരി ഉസ്താദ്, ആ സാധനം നമ്മുടെ നാടുകളിലില്ലല്ലോ, നമുക്കത് മേടിച്ച് കഴിക്കാം. 5 എണ്ണം മേടിക്കാം, കാരണം നമ്മുടെ നാട്ടിലും കൊണ്ടുപോകാൻ. കാരണം ഇപ്പോൾ 2 എണ്ണം നമുക്ക് ഇവിടെ വെച്ചും കൊണ്ട് കഴിക്കും, ബാക്കി 3 എണ്ണം വണ്ടിയിലും വെച്ച് നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് 5 എണ്ണത്തിന് പറയാം ഉസ്താദ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, 5 എണ്ണത്തിന് പറഞ്ഞോളി. ബേക്കലച്ചില്ലേ, പുതിയ സാധനം, പുതിയ പേരാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കാണ്. ചായം വെച്ചിട്ട് എൻ്റെ പൊന്നാര വാപ്പമാരെ കൊണ്ടുവച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പഴംപൊരി, അവിടെ പേര് മാറ്റാൻ. അതുപോലെ നിങ്ങൾ വാദിയിട്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ എൻ്റെ വഴിക്കോ നിങ്ങൾ നിങ്ങളുടെ വഴിക്കും, അത് പറ്റൂല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അവസാനം ഈ പറഞ്ഞണക്കായിപ്പോൾ നമ്മൾ 2. അതുകൊണ്ട് നന്നായിട്ട് കേട്ടാൽ ഇൻഷാ അള്ളാഹ് മരിക്കുമ്പോൾ കലിമ ചൊല്ലി മരിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാം. അതുകൊണ്ടാണല്ലോ ഒരു സ്വഹാബി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ് സ്വല്ലൈതു സലവാത്തൽ ഖംസ് വഅദ്ദൈതു സക്കാ വസുംതു റമളാന വഖുംതു ലയാലിയ മമ്മാത അലാ ഹാദാ യാ റസൂലല്ലാഹ്.
ആദരവായ നബിയേ സ്വല്ലൈതു സ്വലവാത്തൽ ഖംസ്, ഒരു വഖത്തും ഞങ്ങൾ മുടക്കിയിട്ടില്ല നബിയേ. ഒരു ളുഹ്ർ മുടക്കിയിട്ടില്ല, ഒരു അസർ മുടക്കിയിട്ടില്ല, ഒരു ഇശാ മുടക്കിയിട്ടില്ല, ഒരു സുബഹി മുടക്കിയിട്ടില്ല റസൂലല്ലാഹ്. അതും കഴിഞ്ഞിട്ടില്ല നബിയേ. വഅദ്ദൈതു സക്കാ, എന്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുത്ത് വീടുന്നുണ്ട് നബിയേ. എന്റെ സ്വർണത്തിന്റെ വെള്ളിയുടെ സക്കാത്ത് കൊടുത്ത് വീടുന്നുണ്ട് നബിയേ. വസുംദു റമളാന, പടച്ചവനെ പരിശുദ്ധമായ പരിപാവനമായ പുണ്യങ്ങളുടെ പൂക്കാലം ഒന്ന് കടന്നു വന്നാൽ നല്ലതുപോലെ കടന്നുപോയി നോമ്പ് നോക്കും നബിയേ. അതും കഴിഞ്ഞിട്ടില്ല. ആ നോമ്പ് നോറ്റുവെന്ന് മാത്രമല്ല യാ റസൂലല്ലാഹ്, ആ നോമ്പ് നോക്കുന്ന പ്രതിഫലമുണ്ട്. ആ നോമ്പിന്റെ കൂലിയൊക്കെ ഉള്ളതിനോടൊപ്പം തന്നെ വഖുംദുലയാലിയാ, പടച്ചവരെ പാതിരാത്രിയിൽ അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുകയാ, അവിടെ വെച്ചുകൊണ്ട് തസ്ബീഹ് നിസ്കരിക്കുകയാ, അവിടെ വെച്ചുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരികയാ. യാ റസൂലല്ലാഹ് മമ്മാത അലാ ഹാദാ യാ നബി അല്ലാഹ്, നബിയേ നിസ്കരിച്ചുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് സ്വതക്ക ചെയ്തുകൊണ്ട് സക്കാത്ത് കൊടുത്തുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാൻ മരിച്ചു പോയാ എന്റെ വാസസ്ഥലം എവിടെയാ നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, കാന മഅൻ നബീന വസ്സുദ്ദീഖീന വശുഹദാ. പടച്ചവനെ അബൂബക്കർ കിടക്കുന്ന, ഉമർ കിടക്കുന്ന, അലി കിടക്കുന്ന, സ്വഹാബത്ത് കിടക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവസാനിപ്പിച്ചിട്ടില്ല. കരളിന്റെ കരളായ റസൂലുള്ള പറയാ, മാലം യഅഖബാലിദൈ, മോനെ നീ എത്ര നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എത്ര നോമ്പെടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എത്ര സ്വതക്ക് ചെയ്യുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എത്ര സക്കാത്ത് കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കാ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഒരു ദിവസത്തിന്റെ കഥയില്ല, ഒരു മാസത്തിന്റെ കഥയില്ല, ഒരു മണിക്കൂറിന്റെ കഥയല്ല, ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സെക്കൻഡില് നിങ്ങളെ പ്രസവിച്ചു പോറ്റി വളർത്തിപ്പോയ ആ പ്രിയപ്പെട്ട ബാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് വെറുപ്പിന്റെ ഒരൊറ്റ നോട്ടം നോക്കിയാൽ, വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉലൈക മഅവാഹുമുൽ നാർ ബിമാ കാനൂ യക്സിബൂൻ. പടച്ചവനെ ആ ഒരൊറ്റ നോട്ടം കൊണ്ട് 40 കൊല്ലം ചെയ്ത നിങ്ങളുടെ നിസ്കാരം അല്ലാഹു എടുത്തു കളഞ്ഞു. 40 കൊല്ലം നിങ്ങൾ കൊടുത്ത സക്കാത്തിന്റെ പ്രതിഫലമുണ്ടല്ലോ, ആ സക്കാത്തിന്റെ പ്രതിഫലം അല്ലാഹു എടുത്തു കളഞ്ഞു. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ ആഗ്രഹമില്ലാത്ത ഒരാളുമില്ലല്ലോ. എല്ലാവരുടെ മനസ്സിന്റെ ഉള്ളിലും പടച്ചോനെ മരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ആ കഅബാലയത്തിന്റെ ചാര പോയി ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം കിട്ടിയാൽ, ഹജ്ജ് കഴിഞ്ഞിട്ട് വരുമ്പോ പ്രസവിച്ച ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന ഒരു കുട്ടിയെ പോലെ പാവങ്ങളില്ലാതെയാണ് കടന്നു വരുന്നതെങ്കിലോ, ഇവിടെ വന്നിട്ട് നിങ്ങളെ പ്രസവിച്ച ഉമ്മയുണ്ടോ, പാതിരാത്രി എഴുന്നേറ്റ് പോയി പോറ്റി വളർത്തിപ്പോയ ഓ പ്രിയപ്പെട്ട ബാപ്പയുണ്ടോ,
എന്നാൽ അവരുടെ മുഖത്തേക്ക് അവരോട് വഴക്ക് കൂടിയില്ല, അവരോട് വഴക്ക് പറഞ്ഞില്ല, അവരെ ആക്ഷേപിച്ചിട്ടില്ല, അവരെ കുറ്റം പറഞ്ഞിട്ടില്ല, അവരെ കളിയാക്കിയിട്ടില്ല. ഒരേ ഒരൊറ്റ നോട്ടം, വലാ യഹുദ്ദുൻ നദറ അലൈഹിമാ. ആ ബാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് വെറുപ്പിന്റെ ഒരൊറ്റ നോട്ടം നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവര് ഉംറ ചെയ്ത കൂലിയില്ല, അവിടെ ഹജ്ജ് ചെയ്തിട്ടുള്ള കൂലിയില്ല, നിസ്കരിച്ച കൂലിയില്ല, സക്കാത്ത് കൊടുത്ത കൂലിയില്ല, സ്വതക്ക ചെയ്ത കൂലിയില്ല. ഇതൊക്കെ നേടിയെടുക്കണോ? നമ്മളൊന്നിപ്പ കണ്ടാൽ വെറുത്തു പോകുന്ന ഒന്നും മരിച്ചില്ലല്ല റബ്ബേ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടോ ചെറുപ്പക്കാരാ? പ്രിയപ്പെട്ട ബാപ്പയുണ്ടോ ചെറുപ്പക്കാരാ? ഇന്ന് പാതിരാത്രിയിലെ പ്രഭാഷണം കഴിഞ്ഞ ഓടിയവരുടെ ചാര പോകണം എൻ്റെ കൂട്ടുകാരോ. അവിടെ ചെന്നിട്ട് കാൽക്കൽ വീണിട്ട് ഉമ്മ ബാപ്പ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറയുമ്പോ അതിനിട്ടല്ലാതെ നിങ്ങളുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂലെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരോ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ. ഉറക്കെ പറയും മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളൊക്കെ ചിന്തിക്കേണ്ട, ഈ വയസ്സായ തള്ളയ്ക്ക് നന്ദയ്ക്ക് ഇത്ര വലിയ ഡിമാൻഡ് ഒന്നാണ്? ഈ വയസ്സായ തള്ളയ്ക്കും നന്ദയ്ക്കും വലിയ ഡിമാൻഡ് ഉണ്ടോന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഇവർക്കല്ലാതെ പിന്നെ ആർക്കപ്പോൾ ഡിമാൻഡ് ഉള്ളത്? ലക്ഷങ്ങൾ മുടക്കി ഹജ്ജ് ചെയ്തു. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജ് ചെയ്തു, അല്ലെങ്കിൽ 50 or 60 നമ്മൾ കൊടുത്തിട്ട് ഉംറ നിർവഹിച്ചു. ചെയ്തിട്ട് നേരെ നാട്ടി വന്ന് കഅബയുടെ കില്ലൊക്കെ പിടിച്ചു മൂത്തി മണത്തി അതൊക്കെ നാട്ടി ഇവിടെ എത്തി സന്തോഷകരമായിട്ട് ഇവിടെ വന്നിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഹജ്ജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലാ തള്ള തുടങ്ങി. ഈ ഒരൊറ്റ വാക്കുമതി ചെയ്ത ഹജ്ജ് വട്ടപൂജ്യം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസറിന് പള്ളി പോയി, ളുഹറിന് പള്ളി പോയി, സുബഹിക്ക് പള്ളി പോയി, നിസ്കരിച്ചു, നേരെ വീട്ടിൽ വരാൻ. എന്തിനാ നിസ്കരിച്ച? അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ. സ്വർഗം വീട്ടിലിരിക്കാൻ. നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, സ്വതക്ക ചെയ്യണം, അതൊക്കെ ശരിയാണ്. പക്ഷേ സ്വർഗം ഉള്ളത് എവിടെയാ? വീട്ടിന്റെ ഉള്ളിലുള്ള ആ കാൽപാദത്തിന്റെ അടിയിലുണ്ട് സ്വർഗം. എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി നിസ്കരിച്ചതുകൊണ്ട് മാത്രം സ്വർഗം കിട്ടുന്ന ആരും തന്നെ വിചാരിക്കണ്ട. അപ്പൊ ഇന്നും ഒരു പള്ളിയിൽ പോകണ്ടെന്നാണോ ഉസ്താദ് നിങ്ങൾ പറഞ്ഞത്? അങ്ങനല്ല. പള്ളിയിൽ പോകുന്നതിനോടൊപ്പം വീട്ടിന്റെ ഉള്ളിൽ ഉമ്മയും ബാപ്പയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ പൊരുത്തം പേടിക്കണം. ഷമീർ ദാരിമിയുടെ വാക്കല്ല, ഒരിക്കലും കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് നമ്മളെ വേണ്ട. അപ്പോഴാണ് ആഖില, ക്യാൻസർ പോലത്തെ രോഗം നമ്മളിലേക്ക് വരാം. ഉമ്മയെ ബാപ്പയെ വെറുപ്പിക്കുമ്പോഴാണ്. ഇല്ലേ, ഇന്നിപ്പോ നമ്മൾ വായിച്ചില്ലേ, അധികം ക്യാൻസർ പടർന്നു പിടിക്കുന്ന ആർക്കാ? ചെറുപ്പക്കാർക്കാണ്, വയസ്സായവർക്കല്ല. 10 വയസ്സ്, 17 വയസ്സ്, 26 വയസ്സ്, നമ്മൾ അടുത്ത് വായിച്ചല്ലോ, 26 വയസ്സ്, 30 വയസ്സിന് താഴെ ഉള്ള കുട്ടികളിൽ, ചെറുപ്പക്കാരിൽ ഇന്ന് ക്യാൻസർ കണ്ട്. എന്തുകൊണ്ട്? ഈ വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മാന്റെ കണ്ണുനീരാത്, ബാപ്പയുടെ കണ്ണുനീരാത്, അവരുടെ പ്രയാസമാണത്. അല്ലാഹുവേ, എൻ്റെ മകൻ എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ മകൻ എന്നോട് നല്ലൊരു വാക്കുപോലും പറയുന്നില്ല. ചിന്തിക്കിൻ, നമ്മൾ ഫോൺ ചെയ്യും നമ്മുടെ കൂട്ടുകാർക്ക്, ബോയ് ഫ്രണ്ടിനൊക്കെ നമ്മൾ ഒരുപാട് കോളുകൾ ചെയ്യും. 2 മിനിറ്റ് വേണ്ട, പോട്ടെ 1 മിനിറ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ട്, ഉമ്മ നിങ്ങൾ വല്ലതും കഴിച്ചോ, ബാപ്പ സുഖല്ലേ, ഇത് ചോദിക്കുന്ന മക്കൾ എത്ര ആളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഉണ്ടാവൂല. നമ്മുടെ കൂട്ടുകാർക്ക് മണിക്കൂറുകളോളം നമ്മൾ വിളിച്ചിട്ട് സംസാരിച്ചില്ലേ? ഈ വയസ്സായ ബാപ്പയും ഉമ്മയും നിങ്ങൾ അവർ 5 മിനിറ്റ് കാണാതിരുന്നാൽ ആ ബാപ്പയുടെ ഉമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഈ മക്കളോടൊപ്പം എപ്പോഴും നടക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ മോനെ കണ്ടോ എന്ന് ചോദിക്കാൻ ഈ ബാപ്പക്ക് ഉമ്മക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഇന്നത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ചോദിക്കാൻ അവർക്ക് മടിയാണ്. ഉമ്മ എവിടെ എത്തി? ഉമ്മ ഹോസ്പിറ്റലിൽ പോയ ഉമ്മ തിരിച്ചു വന്നില്ലെങ്കിൽ കള്ളത്തള്ള പോയെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ 10 യാസീനോതും ഇല്ലേ? എൻ്റെ പൊന്നാര ചെറുപ്പക്കാരാ, സ്നേഹമുള്ളതുകൊണ്ട് പറയാ, നമുക്ക് വേണ്ടുന്ന സ്വർഗാൻ. വലിയ ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ ഉമ്മയുടെ വാപ്പയുടെ പൊരുത്തമില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ബിസിനസ് അല്ലാഹു ഉയർത്തും. അപ്പൊ കൊള്ളാം ഉസ്താദ്, നല്ല ഐഡിയ. ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തില്ലെങ്കിൽ അല്ലാഹ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ. ഈ ഉയർച്ച എവിടെ നിന്നറിയോ? അങ്ങ് കൊണ്ടെത്തിക്കും അല്ലാഹു. ഒറ്റടല്ല അതാ പോട്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
എന്താ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നുള്ളവരൊന്ന് കൈവയ്ക്കുക നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. താഴ്ത്തിയിട്ടോളി. ചില ആളുകളുടെ മുഖത്തെന്തോ ഒരു മ്ലാനത കാണുന്നുണ്ട്. നിർത്താറായോ? നിർത്താറായിക്കണോ? നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ എൻ്റെ കൂടെ വരിയുന്നത് നിർത്താറായിട്ടുണ്ടാ? ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറേ പറയോ, അത് നിങ്ങൾ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ഇങ്ങനെ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ സംഘാടകരുടെ കയ്യിൽ ഒരു ഇൻഷാ അല്ലാഹ് നല്ല രസകരമായ കണ്ണ് നിറയുന്ന കഥ ഞാൻ അവിടെ പറയാൻ പോവാൻ. അതിനു മുമ്പ് നമ്മുടെ സംഘാടകൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ബക്കറ്റുമായി വരും. ആ ബക്കറ്റിൽ നിങ്ങൾ നല്ലൊരു സംഖ്യ നിക്ഷേപിക്കണം. അള്ളാന്റെ ഹബീബിന്റെ റൗളയിൽ പോകാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഇവിടെ ഇല്ല. ഞാൻ ചൊല്ലും പോലെ എല്ലാവരും 1 സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണടച്ചിട്ട് പുണ്യ നബിയെ അള്ളാന്റെ ഹബീബിന്റെ റൗള മനസ്സിൽ കാണുക. കണ്ണടച്ച് നിന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ റൗള കാണുക. ഞാൻ ചൊല്ലിത്തരും പോലെ ചെല്ലുക. നമുക്ക് അവിടെ എത്താൻ പറ്റും. 1 സെക്കൻഡിൽ എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. കിട്ടിയ അവസരം എന്നും പറഞ്ഞിട്ട് മുങ്ങല്ലേ. ഉറക്കെ കണ്ണടച്ചു പിടിക്കണം. അള്ളാന്റെ ഹബീബിന്റെ റൗള കാണണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇരുന്നോളി. അല്ലാഹുവേ, നമുക്ക് ഹബീബിന്റെ ചാരത്തുള്ള സൗഭാഗ്യം നീ നൽകണേ പടച്ചോനെ. ഒക്കെ പറയും, അല്ലാ ഞങ്ങൾക്ക് അവിടെ എത്തുള്ള സൗഭാഗ്യം നീ നൽകണേ പടച്ചോനെ. ഞങ്ങൾക്കൊക്കെ നീ സന്തോഷം നൽകണേ അല്ലാ. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഒന്ന് എഴുന്നേൽപ്പിച്ചത് ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്ക് പൊക്കോട്ടെന്ന് വെച്ചിട്ടാ. അൽഹംദുലില്ലാ, നല്ല നാട്ടുകാർ അവിടെ തന്നെ എല്ലാവരും ഇരുന്നു. അള്ളാഹു ഈ ഇരുത്തത്തിന്റെ വേറെ സ്വർഗീയ ലോകം നൽകട്ടെ. എവിടെ ബക്കറ്റ്? അള്ളാഹ് എന്റെ പൊന്നാർ സമസ്യ ബക്കറ്റ് കൊണ്ടുവരി. ബക്കറ്റ് ഇല്ല ഇവിടെ. എന്നാ പെട്ടെന്ന് വരും ഇൻഷാ അല്ലാഹ്. സമയം കളയില്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, 1.25 മണിക്കൂർ വാള്, 1/4 മണിക്കൂർ ദുആ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ അള്ളാഹ് 1 മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞ്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഹബീബിന്റെ ചാരയെത്താൻ. ഞങ്ങൾക്ക് എത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മനസ്സിൽ തട്ടിന്ന് പറഞ്ഞ് കൊണ്ടുവരി. ഈ ചെറിയ ബക്കറ്റ് നിന്ന് വലിയ ബക്കറ്റ് എടുത്തോളി. ഇന്ന് ഭയങ്കര സംഖ്യ വീഴും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവരും അതിനകത്തേക്ക് നല്ലൊരു സംഭാവന ചെയ്യുക. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ അവരുടെ പൊരുത്തവും അവരുടെ സന്തോഷവുമാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ ചെറിയൊരു വല്ലാത്തൊരു നൊമ്പരാൻ. അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ദേഷ്യം വരില്ല. അപ്പോഴാണ് അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ട സ്വഹാബാ, ഉദ്കുരിൽ മനിയാ, മരണത്തെപ്പറ്റി ചിന്തിച്ചോളാൻ. എന്തിനാ റസൂലുള്ള അപ്പോ ഉമ്മയെ പറ്റി പറയുമ്പോൾ, ബാപ്പയെ പറ്റി പറയുമ്പോൾ എന്തിനാണ് മരണത്തെപ്പറ്റി ചിന്തിച്ചോളാൻ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ മരണത്തെപ്പറ്റി ചിന്തിക്കാണ്. പടച്ചോനെ, ഇന്ന് ഞാനിവിടെ നിന്ന് വയല് കഴിഞ്ഞിട്ട് പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണില്ല, എൻ്റെ ബാപ്പയെ കാണില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ഉമ്മയെ കണ്ടതാണ്, എൻ്റെ ബാപ്പയെ കണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ അവരോട് പൊരുത്തപ്പെടുവിക്കാൻ. അതുകൊണ്ട് അള്ളാഹുവേ, നാളെ ഞാനില്ല. ഈ ഒരു ചിന്തയാ. ആ ഉമ്മയോട് എത്ര കടപ്പാടുണ്ടെന്നറിയോ? ലി ഉമ്മീക ഹഖ്ഖുൻ ഇൻ അലിംത കതീറോ كثيرك يا هذا لديه يسير وكم ليلة لاقى لثكليك تشتكي لها من جواها النة وزفير
വഫിൽ വളഇ ലാ തദ്രി അലൈഹാ മശക്കത്തോ. എൻ്റെ പ്രിയമുള്ള സഹോദരാ, ഉമ്മയോട് ഒരുപാട് കടപ്പാടുകൾ നമുക്കുണ്ട്. ലി ഉമ്മീക ഹഖ്ഖുൽ അലിംത കസീറൂ. പടച്ചവനെ, പ്രിയപ്പെട്ട ഉമ്മയോടുള്ള കടപ്പാടറിഞ്ഞാൽ എത്ര പറഞ്ഞാലും മതി വരൂല്ല, എത്ര കേട്ടാലും മതി വരൂല്ല. എത്രത്തോളം വർണ്ണിച്ച് പറഞ്ഞാൽ ഉമ്മയോടുള്ള കടപ്പാടുകളെ പറ്റി തീരൂല്ല. ഏതെങ്കിലും ഒരാൾ ആ ഉമ്മയെ ബഹുമാനിച്ചു പോയാൽ, ആ പ്രിയപ്പെട്ട ബാപ്പയെ ബഹുമാനിച്ചു പോയാൽ, എന്തിനേറെ പടച്ചവനെ, പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വരുമ്പോൾ പോലും ബാപ്പ അവിടെ ഇരിക്കുന്നുണ്ടല്ലെങ്കിലോ മകനാകുന്ന നമ്മളാണ് ആദ്യം വന്നിട്ട് കസേരയിലിരുന്നത്. എങ്കിലും എൻ്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയാണല്ലോ കടന്നു വരുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ബാപ്പയെ ബഹുമാനിച്ചിട്ട് പൊന്നുമോനെ പൊന്നുമോളെ വീട്ടിൻ്റെ ഉള്ളിലാകട്ടെ കല്യാണ മണ്ഡപത്തിലാകട്ടെ ഒന്നെഴുന്നേറ്റ് പോയാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമറിയോ? അല്ലാഹു നിനക്ക് തരുന്ന സൗഭാഗ്യമറിയോ? വഫിൽ ഖബരി മോനിസാ, ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത സഹോദരങ്ങളില്ലാത്ത ഏകാന്തതയുടെ മൂകാന്തതയില് ഒറ്റക്ക് ചെന്ന് കിടക്കുന്ന പച്ചമണ്ണാവുന്ന ഖബറുണ്ടല്ലോ. അല്ലാഹുവേ, ആ ഖബറിന്റെ ഉള്ളിൽ ഉമ്മയെ ബഹുമാനിച്ചു, ബാപ്പയെ ബഹുമാനിച്ചു, അവരെ കണ്ടപ്പോ എഴുന്നേറ്റു. ആ ഒരൊറ്റ കാരണം കൊണ്ട് രസിപ്പിക്കുന്ന നേരം പോക്കാക്കുന്ന മാലാകമാരെ പടച്ച റബ്ബാ ഖബറിൽ തരുമെന്ന് നബിയുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, വഅലസ്സിറാത്തി റഹീമാ. പടച്ചവനെ, സിറാത്ത് മുസ്തഖീമിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരുമില്ല. ഉമ്മയെ ബഹുമാനിച്ചവനാണോ കൽ ബർഖിൽ ഖാതിഫീ. ഇടിമിന്നൽ വേഗത്തിൽ അവൻ കടന്നു പോവുകയാണ്, പെട്ടെന്ന് അവൻ കടന്നു പോവുകയാ. അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവർ ഇഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സൗഭാഗ്യമാണ്. അതുകൊണ്ട് അവരുടെ പൊരുത്തം വേണോ? പ്രിയപ്പെട്ടവരെ, നാളെ ഞാനില്ല അല്ലാ, നാളെ ഞാൻ എൻ്റെ ഖബറിന്റെ ഉള്ളിലാണ്, എൻ്റെ ഖബറിന്റെ ഉള്ളിലാ. ഈ ഒരു ചിന്തയോടുകൂടിയിട്ടാ കടന്നു പോകേണ്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദേ, ഞാനിപ്പോഴും മരിക്കൂലല്ലോ, എനിക്ക് പ്രായം കുറവാണ്, 20 വയസ്സ് പ്രായമല്ലേ കഴിഞ്ഞിട്ടുള്ള ഉസ്താദ്, അല്ലെങ്കിൽ 25, 26, 30 വയസ്സല്ലേ കഴിഞ്ഞിട്ടുള്ളല്ലോ, ഇപ്പോഴൊന്ന് ഞാൻ മരിക്കൂലെന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഇല്ല മോനെ, അല്ലാഹുവിൻ്റെ വിളിയാളമെന്ന് കടന്നു വന്നു പോയാൽ പോവുകയല്ലാതെ നിനക്ക് രക്ഷയില്ല ചെറുപ്പക്കാരാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എന്തിനാണ് മരണത്തെ തന്നതെന്നറിയോ? ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാ, മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ സമക്ഷത്തിൽ കടന്നുപോയി നിൽക്കുമ്പോ ആ മനുഷ്യന്റെ റൂഹ് എന്താ പറയുന്നു എന്നറിയോ? എന്റെ ജനാസ കാണാൻ കടന്നു വന്നവരെ, ഫലാ തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. എന്നെ ദുനിയാവെന്നെ ചതിച്ചതുപോലെ, എന്നെ ദുനിയാവെന്നെ വഞ്ചിച്ചതുപോലെ പൊന്നുമോനെ നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ഞാൻ എൻ്റെ ഉമ്മാന്റെ പൊരുത്തം പേടിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ബാപ്പയുടെ പൊരുത്തം പേടിച്ചിട്ടില്ല. ഞാൻ അവരെ വഴക്കു പറഞ്ഞവനാ, ഞാൻ അവരെ കളിയാക്കിയവനാ, ഞാൻ അവരെ കുറ്റപ്പെടുത്തിയവനാ, ഞാൻ അവരെ ആക്ഷേപിച്ചവനാ, ഞാൻ അവരെ തെളിവിളിച്ചവനാ എന്ന്
പറഞ്ഞുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പോ, എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, എന്നിട്ട് പോലും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് മരണത്തെ പറ്റി ഓർക്കണമെന്ന് പറഞ്ഞത്. പടച്ചവനെ, പ്രഭാഷണത്തിന് വേണ്ടി കടന്നുപോയൊരു കഥ ഞാൻ പറയാ. എന്തിനാണ് അനുഭവങ്ങൾ പറയുന്നത് എന്നറിയോ? നിങ്ങളുടെ സമയം കളയാനല്ല. നിങ്ങൾ ഇവിടെ വന്നിരുന്നത് കൊണ്ട് 2 മണിക്കൂർ എങ്ങനെയെങ്കിലും തള്ളി നീക്കിയിട്ട് പോകണമെന്നുള്ള പ്രതീക്ഷയിലല്ല. പിന്നെ എന്തിനെന്നറിയോ? ജീവിതത്തിന്റെ ഉള്ളിലേക്ക് അനുഭവങ്ങൾ പറയുമ്പോ അതൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി കടന്നു വരാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ഇതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിൽ നിന്നുകൊണ്ട് പ്രഭാഷണം പറയുമ്പോ, പടച്ചവനെ, ആരാണ് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മക്കളുടെ മദ്രസക്ക് വേണ്ടിയിട്ട് ഒരു സ്വർണത്തിന്റെ ചെറിയൊരു തരിയെങ്കിലും കൊടുക്കുന്ന എന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 4 വയസ്സുള്ളൊരു പൊന്നുമോ ആ സദസ്സിലേക്ക് ഒരു വളയുമായി കടന്നു വന്നു. അവിടെ വെച്ചുകൊണ്ട് ഞാൻ നിറമനസ്സോടെ ദുആ ചെയ്തു, അല്ലാ, ഇതേത് പെണ്ണിന്റെ കയ്യിൽ കിടന്നതാണ്? ഏത് സഹോദരിയാ ധരിച്ചത്? പടച്ചവനെ, ആ പെണ്ണിന് സ്വർഗീയ സ്വർണാഭരണങ്ങൾ അടിയാന് നീ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. ആ പെണ്ണിന് ജീവിച്ചിരിക്കുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ ദുആ ചെയ്യുമ്പോ, സമദുസ്താദിനെ പോലെ ഉള്ള ഒരാളൊരു കത്തെഴുതി തന്നു, ഉസ്താദേ, ആ പെണ്ണ് മരിച്ചു പോയിരിക്കുകയോ, ആ പെണ്ണിന്ന് പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് ഒരാളുടെ സഹായം പോലും ഇല്ലാതെ പൊട്ടിക്കരയുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, അന്നവിടന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട മരിച്ച സഹോദരിയുടെ ഭർത്താവ് കടന്നു വന്നിട്ട് പറയാണ്, ഉസ്താദേ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് നാളെ ഉച്ചഭക്ഷണത്തിന് വരാവോ? എന്തേ കാരണമെന്നറിയോ? നാളെ നിങ്ങൾക്ക് ഇതിന്റെ തൊട്ടടുത്തിട്ടുള്ള പ്രദേശത്താണ് പ്രഭാഷണമുള്ളത്. പടച്ചവരെ, ഞങ്ങൾ അവിടത്തേക്കൊന്ന് കടന്നു പോകണമെന്ന് പറഞ്ഞപ്പോ എന്നെ എപ്പോഴും അവിടെ നിന്ന് വാഹനം ഓടിച്ചു കൊണ്ടുവരുന്നൊരു സയ്യിദായിരുന്നു. ഇന്ന് അദ്ദേഹം എന്നോടൊപ്പം വന്നിട്ടില്ല. ആ സയ്യിദ് അവറുകൾ പറഞ്ഞു, ഉസ്താദേ, നമുക്ക് ആ വീട്ടിലേക്കൊന്ന് കടന്നു പോകാം. നിങ്ങൾക്കുമില്ലേ ഒരു പൊന്നുമോ? ആ പൊന്നുമോനെ കണ്ടിട്ടെങ്കിലും ഒന്ന് കടന്നു പോക്കൂടെ? ഞങ്ങൾ ആ വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, നല്ല സുഭിക്ഷமான ഭക്ഷണം തരികയോ, നല്ലതുപോലെ അവിടെ നിന്ന് സംസാരിച്ചു. അവസാനം 4 വയസ്സുള്ള പൊന്നുമോനെ ചാരത്തേക്കൊന്ന് കൊണ്ടുവന്നു. ആ പ്രിയപ്പെട്ട പിതാവിന്റെ കണ്ണുകൾ നിറയുകയാണ്. കരഞ്ഞിട്ട് പറയാ, പേടിയാ, എന്റെ പൊന്നുമകനെ പറ്റി ഓർക്കുമ്പോൾ പേടിയാ. അവൻ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അവൻ വെള്ളം കുടിക്കുന്നില്ലല്ലോ, അവന്റെ ഉമ്മയെ കാത്തിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരോ, അദ്ദേഹം പറയാണ്, ഭക്ഷണമെടുത്തിട്ട് ഇവന്റെ മുമ്പിലേക്ക് ഞാനൊന്ന് കൊണ്ടുവെക്കുമ്പോഴോ അവനവിടന്ന് പറയാ, ഇല്ല ബാപ്പാ, ഇല്ല, ഞാൻ കഴിക്കൂല. എന്റെ ഉമ്മ വാരിത്തരാതെ ഞാൻ അവിടന്ന് കഴിക്കൂല ബാപ്പാ. പടച്ചവനെ, അവിടെ വെച്ചുകൊണ്ട് നിറകണ്ണുകളോടെ ഞാൻ എന്റെ ഫോൺ എടുക്കും, ഉസ്താദേ, എന്റെ കാതിലേക്ക് ഞാനൊന്ന് വെക്കുകയാണ്. എന്നിട്ട് എന്റെ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് അഭിനയിക്കുകയാ, മോളെ, നീ എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഫോൺ അവിടെ വെക്കും. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയും, മോനെ, നിന്റെ ഉമ്മയാ ഫോൺ വിളിച്ചു വെച്ചത്. ഉമ്മ എന്താണ് പറഞ്ഞു എന്നറിയോ? നീ ഭക്ഷണം കഴിച്ചാലേ, നീ വെള്ളം കുടിച്ചാലേ നിന്റെ ഉമ്മ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പൊന്നുമോനെ. അല്ലാ, അല്ലാ. ഇത് കേട്ടപാട് പ്രിയപ്പെട്ട പൊന്നുമോ ഉമ്മയെ കാണണമെന്നുള്ള കൊതിയോടെ ആ ഭക്ഷണം മുഴുവനും കഴിക്കുകയോ. ഉസ്താദേ, വൈകുന്നേരം ഇവിടെ എന്റെ പിന്നാലെ കടന്നു വന്നിട്ട് പറയാ, ബാപ്പാ, ഉമ്മ എവിടെ ബാപ്പാ?
എന്റെ ചെറുപ്പക്കാരാ, എവിടെ നിന്നാണ് ഉസ്താദേ ഞാൻ എന്റെ പൊന്നുമോനിക്കുമ്മയെ കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പറയാണ്, കിടക്കാൻ സമയമാകുമ്പോ അവനേതാ കട്ടിലിന്റെ ഭാഗത്തേക്കൊന്ന് കൊണ്ടുപോകുമ്പോ 2 തലയിണയെടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽപ്പെട്ട ഒരു തലയിണ മാറ്റി വെച്ചിട്ട് അവൻ എന്നോട് പറയും, ബാപ്പാ നിങ്ങളിവിടെ കിടക്കണ്ട ബാപ്പാ, ഇതെന്റെ ഉമ്മക്ക് കിടക്കാനുള്ളതാണ്, എന്റെ ഉമ്മക്ക് വേണ്ടി കിടക്കാനുള്ളതാ, ബാപ്പ കിടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റിരിക്കുമ്പോഴും ഞാനും അവിടെ നിന്ന് ഫോൺ ചെയ്യാ, മോളെ എപ്പോഴാ നീ വരുന്നത്, മകൻ നിന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ആ സമയം തന്നെ ഞാൻ എന്റെ പൊന്നു മോനോട് പറയാ, മോനെ നിന്റെ ഉമ്മയാ വിളിച്ചത്, ഉമ്മ പറഞ്ഞു എന്തെന്നറിയോ, നീ ഉറങ്ങിയാലേ നിന്റെ ഉമ്മ വരൂ പൊന്നുമോനെ എന്ന് പറയുന്ന സമയത്ത് ഒന്നും അറിയാത്ത പാവപ്പെട്ട എന്റെ പൊന്നുമോ അവിടെ കിടന്ന് ഉറങ്ങും ഉസ്താദ്. അല്ലാഹുവേ, രാത്രിയാകുമ്പോഴോ അവൻ അവിടെ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നവന്റെ ഉറക്കത്തിലാണവൻ. അവൻ പറയുന്നു, ഉമ്മ പോകല്ല ഉമ്മ, ഈ പൊന്നുമോന് തനിച്ചാണ് ഉമ്മ, വിശക്കുന്നു ഉമ്മ. പടച്ചവനെ, ആ ചെറുപ്പക്കാരന്റെ കണ്ണുകള് നിറഞ്ഞു ഒഴുകുകയോ, സമാധാനപ്പെടുത്തുകയല്ലാതെ വഴിയില്ലല്ലോ, സമാധാനപ്പെടുത്തുകയല്ലാതെ വഴിയില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, പഠിച്ചുകൊള്ളുക. അവസാനം പറഞ്ഞു, ഉസ്താദേ ആ ഖബർസ്ഥാനിലേക്കൊന്ന് കടന്നു പൊക്കൂടെ, എന്റെ പ്രിയപ്പെട്ടവള് കിടന്നിറങ്ങുന്ന ആ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് വന്നൂടെ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ പോവുകയാണ്. ആ ഖബറിന്റെ തൊട്ടടുക്കിലേക്ക് ഈ കുഞ്ഞുമകനെ കൊണ്ട് ബാപ്പ ഇരുത്തുമ്പോ ഉമ്മയുടെ ഖബറിന്റെ ചാരത്തുള്ള മൈലാഞ്ചി ചെടികൾ പിടിച്ചൊടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് 12 വയസ്സുള്ള മൂത്ത മകൻ അവിടെ ഓടി വരികയോ. ഓടി വന്നിട്ട് പൊന്നുമോനെ വാരിയെടുത്തിട്ട് പറയാ, മോനെ ഇതിന്റെ പുറത്തുള്ള മൈലാഞ്ചി ചെടി പൊടിച്ചിട്ട് നീ കളയല്ലോ. നീ എപ്പോഴും ചോദിക്കുന്ന, നീ എപ്പോഴും പറയുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലേ പൊന്നുമോനെ, ഈ ഖബറിന്റെ ഉള്ളിലാണ് മോനെ എന്നവിടെന്ന് പറയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നിറകണ്ണുകളോടാ പൊന്നുമകന് കൊന്നുമറിയില്ലെങ്കിൽ അവന്റെ കുഞ്ഞിളം കൈകൾ കൊണ്ട് ഉമ്മാന്റെ ഖബറിന്റെ പുറത്തടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമ്മാ ഉമ്മാ ഒന്ന് വരുവോ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്. അവസാനം അവിടെ നിന്നാ പ്രിയപ്പെട്ട പൊന്നുമോ ഇളയ കുട്ടിയെ വാരിയെടുത്ത് മൊത്തം കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പെണ്ണിന്റെ റൂഹ് വിളിച്ചു പറയുന്നുണ്ടാകാം, പൊന്നുമോനെ നിന്നെ വാരിയെടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് മുത്തം തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ കുളിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ ഒരുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഉമ്മാക്കിനി കഴിയില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ടാകാ. എന്റെ പ്രിയമുള്ളവരെ, ആ പൊന്നുമോനെ എടുത്തുകൊണ്ടാ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പോകുമ്പോൾ ബാപ്പയുടെ തോളിൽ കിടന്നിട്ട് 2 കൈകൾ ഇങ്ങനെ ചൂണ്ടിയിട്ട്, ഉമ്മാ ഈ പൊന്നുമോന് പേടിയാണ് ഉമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, ഇനിയും നമ്മൾ ഒരുപാട് കൊല്ലം ജീവിച്ചിരിക്കുമെന്നുള്ള പ്രതീക്ഷയാ. നാളത്തെ പ്രഭാഷണത്തിന്റെ സദസ്സില് കടന്നു വന്നിരുന്നിട്ട് മനസ്സ് തുറന്നിട്ട് പ്രഭാഷണം കേൾക്കാമെന്ന് പറഞ്ഞ് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, മനസ്സ് കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പാ,
മനസ്സ് കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറയാ? നാളെ ഇതുപോലെ കടന്നു വന്നിരുന്നിട്ട് മനസ്സ് പൊട്ടിയിട്ട് ആമീൻ പറയാ, ഇതുപോലത്തെ പ്രഭാഷണത്തിന്റെ സദസ്സിൽ വന്നിരിക്കുമെന്ന് പറയാ ധൈര്യമുള്ളവർ ഈ സദസ്സിലുണ്ടോ? ഇല്ല. അതുകൊണ്ടാ ലോകത്തിന്റെ രാജകുമാരൻ സെയ്ദ് ബിൻ അസ്ലമിനോട് പറയാ, മോനെ സെയ്ദ് ബിൻ അസ്ലമേ, മരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കടന്നുപോയാ നിനക്ക് നിന്റെ ഉമ്മാനമൊന്നും പറയാൻ പറ്റൂല, നിന്റെ ബാപ്പയൊന്നും പറയാൻ പറ്റൂല, അവരെ കളിയാക്കാൻ പറ്റൂല, അവരെ ചീത്ത വിളിക്കാൻ പറ്റൂല, അവരുടെ കഴുത്തിൽ ഷാളിട്ടുകൊണ്ട് മുറുക്കിയിട്ട് കൊല്ലാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പാതിരാത്രിയില് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റ് പോകാ അള്ളാഹു നമുക്ക് സൗഭാഗ്യം തന്ന ഇന്നത്തെ രാത്രി ആദ്യം ചെയ്യേണ്ടുന്ന കാര്യമേതെന്നറിയോ? അവരുടെ കാൽക്കൾ വീടുകൊണ്ട് പൊരുത്തം ചോദിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറയും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കൊക്കെ രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, മരണത്തെപ്പറ്റി ചിന്തിക്കുക. അള്ളാഹു അത് ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് വെക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അതൊക്കെ ആമീൻ പറയാം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം തരട്ടെ, അള്ളാഹുനുള്ള സൗഭാഗ്യം തരട്ടെ. നിങ്ങൾ എന്തോ ഒരു ഉഷാറില്ലാത്ത മാതിരി തോന്നുന്നുണ്ട്. നിർത്താറായിട്ടില്ല എന്നുള്ളവരൊന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. നിർത്താറായിട്ടില്ല എന്ന്. അൽഹംദുലില്ലാഹ്. എന്നും പറഞ്ഞ് അധികമൊന്നും പറയില്ല. അതുകൊണ്ട് അതുപോലെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സംഘാടകർ നിങ്ങൾക്കൊരു കാപ്പി തരുന്നുണ്ട്. പിടുത്തമിട്ട കാപ്പിയാണ് ഇൻഷാ അല്ലാഹ്. ആരാണോ ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് അത് ഹദിയ ചെയ്തത്, അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു അതിനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ. അള്ളാഹുനെ പടച്ചവൻ ഇതിന് പകരം ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹൗദുൽ കൗതർ കുടിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഇത്രയും നേരം ഇന്നലെയും ഇതുപോലെ വന്നിരുന്ന എൻ്റെ ചെറുപ്പക്കാർ ബാപ്പമാർ ഇന്നും ഈ സദസ്സിൽ ഇവർ വന്നിരിക്കുന്നു. റബ്ബേ, എഴുന്നേറ്റ് പോകാതെ ഈ നല്ല മനസ്സോടെ ഈ ഇരിക്കുന്ന ഈ ഇരുത്തത്തിനു പകരം പടച്ചോനെ നാളെ നിന്റെ സ്വർഗീയ ലോകം നീ കൊടുക്കണേ റബ്ബേ. ജന്നത്തിൽ ഫിർദൗസിൽ ഇരിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹ് ഒരിക്കലും നീ മോശമാക്കല്ലേ. അള്ളാഹ് മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയാം. അള്ളാഹുവേ, നമ്മളൊക്കെ മരിക്കുന്ന സമയം മാതാവിൻ്റെ പിതാവിൻ്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളിൽ നമ്മെ ഏവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുകൊണ്ട് ഉറക്കൊരു സ്വലാത്തിലേക്ക് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, ഈ സ്വലാത്ത് മദീനത്തിന്റെ രാജകുമാരന്റെ റൗള ഷരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരൊക്കെ പറയും അവിടെ എത്തിക്കണേ അല്ലാഹുവേ. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗള സുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം ചൊൽകുന്നതെന്നാണ്. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗള സുവനത്തിൽ കൂടുന്നതെന്നാണ്, ഹൃദയം ചേരുന്നതെന്നാണ്. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ അവിടത്തെയുമായിട്ട് ബന്ധപ്പെടുത്തട്ടെ. നമ്മൾ കറക്റ്റ് നമ്മൾ 9 മണിക്കല്ലേ നമ്മൾ ആരംഭിച്ച് 9 മണിക്ക് ആരംഭിച്ച നിങ്ങൾ ഇത്രയും കറക്റ്റായിട്ട് സമയം നോക്കിയിരിക്കണം. 9:20 ഇപ്പൊ എത്രയായി? 10:45. 2 മണിക്കൂറാണ്. ഇനിയിപ്പോ എത്ര വേണം നിങ്ങൾ തന്നെ പറഞ്ഞോളി. ഒന്ന് പറയും മനുഷ്യന്മാരിന് എത്ര വേണം? കണക്ക് പഠിപ്പിച്ച് ഇംഗ്ലീഷ് സാറാന്ന് തോന്നുന്നുണ്ട്, മിണ്ടായിരിക്കുന്നുണ്ട്.
അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹ് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് കേട്ട എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ, നമുക്ക് നല്ലൊരു ഉപയോഗം ഉണ്ടാകും. അല്ലെങ്കിൽ പണ്ടൊരാൾ വാളാക്കാൻ വേണ്ടി പോകണം. അങ്ങനെ വാളാക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അടുത്ത് വാട്സപ്പിൽ കേട്ടതാ, ഫേസ്ബുക്കിലൂടെ നമ്മളിങ്ങനെ കേട്ടതാ. എന്നെ 2 കൂട്ടുകാർ വാളിന് പോയി. അതിൽപ്പെട്ട ഒരുത്തൻ മാറിയിരുന്ന് ഉറങ്ങി. അതിൽപ്പെട്ട ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വാള് കേട്ടു. അങ്ങനെ ഉസ്താദ് ഈ പിരിവിന്റെ സമയമായപ്പോഴത്തേന് എന്താക്കി പറഞ്ഞു, അള്ളാന്റെ ദീനിന്റെ സദസ്സിനെ സഹായിക്കാൻ മദ്രസ പണിക്ക് വേണ്ടി 1 ലക്ഷം കൊടുക്കാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവെക്കാൻ പറഞ്ഞു. ഈ പാവപ്പെട്ട മനുഷ്യ അപ്പം അങ്ങോട്ട് ഉണർന്നിട്ടേ ഉള്ളൂ. ഇവനിക്ക് എന്താണെന്ന് പോലും ഒരു പിടുത്തം കിട്ടിയില്ല. 2 കൈയും കുലു തക്ബീർ മേപ്പോട്ടങ്ങ് പൊക്കി, 2 കൈയും പൊക്കി. ഒന്നല്ല. അപ്പൊ ഉസ്താദ് ഒറ്റ വിളി മാക്കി, കുലു തക്ബീർ. അല്ല, ഇത് കേട്ടപാടെ സംഘാടകർക്ക് പേനയും പേപ്പർ ഇല്ലാത്ത വലിച്ചു കീറി ഒറ്റ ഓട്ടാണ്. നേരെ ഓടിച്ചു നിന്നിട്ട്, എന്താ നിങ്ങളുടെ പേര്? സമദ്. നിങ്ങളല്ല മൂപ്പരായിരിക്കണ. അല്ല, ഞാൻ എപ്പോഴാ പറഞ്ഞെന്നാ സമദ്. 1 ലക്ഷം. 1 ലക്ഷം അല്ലേ നിങ്ങൾ പറഞ്ഞു? എന്തൊരു ലക്ഷം? എപ്പോ, ആര്, എവിടെ വെച്ച്? ഇല്ല, ഇതുപോലെ നമ്മൾ വളർത്താൻ പറ്റൂല. കാര്യ ഗൗരവത്തോടെ ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ എന്തെങ്കിലും കൊടുങ്ങില്ലേ? ഇല്ലേ? പണ്ടൊരാൾ വാളാക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയിൽ പിന്നെ ബാപ്പായി ഒത്തിട്ട് പോയി. വാപ്പ തീരെ വാളാക്കാൻ വരൂല. ആ സമയത്ത് മകൻ വിളിച്ചു, വാപ്പ വരി, ഇന്ന ആള് വരുന്നുണ്ട്, പോവാന്ന്. അങ്ങനെ ബാപ്പ പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ വാതിന്റെ സദസ്സിലും കൂരിക്കില്ല, ഏതെങ്കിലും ഒരു മരത്തിന്റെ മൂട്ടി മാറിയിരിക്കാന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ച മകൻ അങ്ങനെ കൊണ്ടുപോയി. ഒരു വിധേനെ പറഞ്ഞ് സെറ്റപ്പാക്കി വാപ്പായെ കൊണ്ടിരുത്തി ഒരു എവിടെ മരത്തിന്റെ മൂട്ടില്. അപ്പോ വാപ്പ പറഞ്ഞു, ഞാനിരുന്ന് ഉറങ്ങാൻ പോവാണ്, നീ വാതിൽ കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വാതിലിട്ട്. അപ്പൊ ഈ നായ്ക്കൾക്കൊരു സ്വഭാവമുണ്ട്, മരക്കുറ്റേണ്ട പിന്നെ അവർ വിടൂല. അങ്ങനെ വാളെല്ലാം കഴിഞ്ഞപ്പോഴും വാപ്പായെ പോയിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, വാപ്പ എന്താ മോനെ, കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു വാപ്പ വാള്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു പുളുപ്പുണ്ടോന്ന് ചെറിയ സംശയം ഉണ്ടെന്ന് വാളിന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായിട്ട് വാള് കേൾക്കുക. അധികമൊന്നും പറയില്ല. 2 മണിക്കൂർ നമ്മൾ അപ്പം നിർത്തും. നിങ്ങൾ പേടിക്കേണ്ട. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം തരട്ടെ. അപ്പൊ അതുകൊണ്ട് അവരുടെ പൊരുത്തമാണ് നമുക്ക് വേണ്ടുന്നത്. അത് പൊരുത്തം പേടിക്കണമെങ്കിൽ അള്ളാഹുവെ മരണത്തെപ്പറ്റി ഓർക്കുക. മരണത്തെപ്പറ്റിയുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുമ്പോഴാ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുക. ആ ഉമ്മയുടെ ചുവട്ടിലാണ് സ്വർഗം. എല്ലാവരും പറയാൻ, അള്ളാഹ് നിസ്കരിച്ച ഫുള്ള് സ്വർഗം കിട്ടിയെന്ന്. നിസ്കരിച്ചാൽ മാത്രം അങ്ങനൊന്നും കിട്ടൂല സ്വർഗം. നിസ്കരിക്കുന്നുണ്ട്, പിന്നെ അള്ളാന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചേക്കല്ല ഈ സ്വർഗം. ഈ നിസ്കാരമൊക്കെ സ്വീകരിക്കണോ? ഈ നോമ്പ് സ്വീകരിക്കണോ? ഈ സക്കാത്ത് സ്വീകരിക്കണോ? ഈ സ്വതക്ക സ്വീകരിക്കണോ? മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം വേണം, എങ്കിലല്ല സ്വീകരിക്കൂ. ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്ത്? അവരുടെ പൊരുത്തം മേടിക്കൽ അല്ലേ? ലുക്മാൻ ലക്കീം റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമകനെ വിളിച്ചിട്ട് പറയുന്നു, പൊന്നുമോനെ, ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് നിന്റെ സ്വർഗമൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ആ സമയത്ത് അല്ലാഹുവേ, പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടം ഇറങ്ങിയിട്ട് ഓടുകയാണ്. ഓടി ചെന്നിട്ട് അടുക്കളയുടെ ഭാഗത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമ്മാ ഇർഫഇ ഖദമി യാ ഉമ്മീ, നിങ്ങളുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരാവോ? എന്തിനാ പൊന്നുമോനെ ഈ സമയത്ത് ഞാൻ എൻ്റെ കാൽപാദം പൊക്കുക? പടച്ചവനെ, ആ പ്രിയപ്പെട്ട പുന്നാര മകനവിടെന്ന് പറയുമ്പോ എത്രയായാലും ഉമ്മയാണല്ലോ. ആ മക്കളോടൊപ്പം കളിക്കാനും ചിരിക്കാനും എല്ലാത്തിനും പ്രിയപ്പെട്ട ഉമ്മമാര് കടന്നു വരും. അതുപോലെ പ്രിയപ്പെട്ട ഉമ്മ കാല് പൊക്കി കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഷീറ്റ് കടലാസ് കൊണ്ടുവച്ചു, ഒരു തുണി കൊണ്ടുവച്ചു. ഉമ്മയുടെ കാൽപാദത്തിലുള്ള പൊടിമണ്ണിങ്ങനെ തട്ടിയിടുകയാണ്. ആ പൊടിമണ്ണ് തട്ടിയിട്ടിട്ടു എൻ്റെ പ്രിയപ്പെട്ടവർ, അതുമായിട്ട് പ്രിയപ്പെട്ട ഉപ്പയാവുന്ന ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ചാരത്തേക്ക് പോകുമ്പോ ബാപ്പയോട് ഈ പൊതിയൊന്ന് കൊണ്ടു കൊടുത്തിട്ട് പറയാ, ബാപ്പാ, ഈ പൊതിയുണ്ടല്ലോ, ഇതെന്റെ സ്വർഗമാണ്. അല്ലാഹുവേ, ആ പൊതി പേടിച്ചിട്ട് അവിടം നടിച്ചു നോക്കുമ്പോഴോ അതിനകത്ത് പൊടിമണ്ണാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ട ബാപ്പ ചോദിക്കുന്നയടാ, ഇതെങ്ങനാടാ, ഈ പച്ചമണ്ണെങ്ങനാടാ സ്വർഗമാകുന്നത്? അവിടെ വെച്ചുകൊണ്ട് പറയാ, ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്നാ,
ബാപ്പാ, ഇതെന്റെ ഉമ്മയുടെ കാൽപാദത്തിന്റെ ചുവട്ടിൽ പറ്റിയിരുന്ന മണ്ണാണ്, ഇതെന്റെ സ്വർഗത്തിന്റെ മണ്ണാണ് ബാപ്പാ, ഇതെന്റെ സ്വർഗത്തിന്റെ മണ്ണാണ് ബാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നിറമനസ്സോടെ പറയുമ്പോ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ട് പറയാ, സദഖതയാ ബുനയ്യാ, പൊന്നുമോനെ നീ സത്യം പറഞ്ഞിരിക്കുകയാ. ഉമ്മ ഇനി എത്ര വൃത്തിയുള്ള വസ്ത്രമിടാതിരിക്കട്ടെ, ബാപ്പ ഇനി എത്ര വസ്ത്രമിടാതിരിക്കട്ടെ, അഴുക്ക് പിടിച്ചതാകട്ടെ, ചെളി പിടിച്ചതാകട്ടെ, അവരെ കെട്ടിപ്പിടിച്ചവരുടെ കവിൽ തടത്തൊരു മുത്തം കൊടുക്കാ. എന്തേ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മടി. അല്ലാഹുവേ, നമുക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു കാലഘട്ടം കടന്നുപോയി. പണ്ട് പാടത്തും പറമ്പിലുമായി ജോലി ചെയ്തുകൊണ്ട് കടന്നു വന്ന ആ പ്രിയപ്പെട്ട ബാപ്പായെ കാത്തിട്ട് 5 മണിയാകുമ്പോ വീടിന്റെ വാതിലിൽ വന്നുകൊണ്ട് കാത്തിരുന്ന മക്കളാണ് ഇന്നിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട ബാപ്പ വരുമ്പോ ബാപ്പയുടെ ശരീരത്തിൽ ചെളിയുണ്ടാകും, ഒരു തോറത്തുമുണ്ട് തോളിലുണ്ടാകും, വിയർത്ത് കുളിച്ചിട്ടുണ്ടാകും. എന്നാലും ഈ പ്രിയപ്പെട്ട മക്കളാകുന്ന ഇരിക്കുന്ന ഓരോരുത്തര് പടച്ചവനെ, അവരെ ചെന്ന് കെട്ടിപ്പിടിച്ച ആ വിയർപ്പിന്റെ ഗന്ധമറിയാതെ ആ ബാപ്പിച്ചാന്റെ പോക്കറ്റിലുള്ള മുട്ടായി എടുത്തിട്ട് പാപ്പയുടെ കവിൽ തടത്തിൽ മുത്തം കൊടുക്കുന്ന മക്കളായിരുന്നല്ലോ ഇരുന്നവര്. ഇന്നാ പ്രിയപ്പെട്ട ബാപ്പയെ കാണാൻ അഴകില്ല, ആ ബാപ്പയെ കൊണ്ടൊരു ഉപയോഗമില്ല, ബാപ്പയുടെ കാല് വളയുന്നില്ല, ബാപ്പയുടെ താടിയൊക്കെ നരച്ച് ശരീരങ്ങളൊക്കെ ചുക്കുചുളിഞ്ഞ് പണ്ടത്തെ പോലെ കാണാ അഴകില്ല എന്ന് പറഞ്ഞിട്ടവരെ പുച്ഛിക്കുന്ന മക്കളെ, വല്ലാഹി വല്ലാ, എപ്പോഴൊക്കെയോ നിങ്ങളുടെ ബാപ്പയോട് ഉമ്മയോട് മനസ്സുകൊണ്ട് വെറുപ്പ് കാണിക്കുന്നത്, ആ സമയമല്ല പടച്ചവനിക്ക് നമ്മളോട് വെറുപ്പാ. ഹബീബായ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോട് വെറുപ്പാണെന്ന് പറഞ്ഞു പോയത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറയ്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടങ്ങള്, വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മയും ബാപ്പയും എന്തിനാ ഉസ്താദെ, വേറെ എത്രയോ വിഷയം കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞൂടെ? വേറെ എത്രയോ വിഷയം കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ഓക്കെ, പറയാം. പക്ഷേ എല്ലാ വിഷയങ്ങളും സ്വീകരിക്കണോ? ഇതുണ്ടാകണം, ഈ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം ഉണ്ടാകണം. ഇല്ലെങ്കില്ല, ഒന്നും സ്വീകരിക്കൂല, ഒരു കാര്യവും അല്ലാഹു തആല സ്വീകരിക്കൂല. ഇല്ലേ മക്കളോട് അല്ലേ എന്തു പറഞ്ഞാലും ഇന്നത്തെ മക്കൾ ചെയ്യേണ്ടെന്ന ബാപ്പ വിളിക്കുന്നു, മോനെ വാടാ ഒന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഓടി വരണം മകൻ. അവിടെ വേറൊന്നും ചിന്തിക്കരുത്, ഒരു കാര്യവും നോക്കരുത്. നമുക്കറിയാം, നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, നിർത്താറായി എന്നുള്ള എൻ്റെ സൂചന കിട്ടി, മിണ്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ ചിലർ ചിന്തിക്കുന്നുണ്ട്, എന്നാ പിന്നെ മിണ്ടണ്ട, മുപ്പരങ്ങ് നിർത്തിപ്പോക്കോട്ടെ, നമുക്ക് മിണ്ടേ വേണ്ട. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. ഇല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇനി ഒരു 20 മിനിറ്റാണ്, 20 മിനിറ്റ് ഞാൻ നിങ്ങളുടെ അനുഭവത്തോടി പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞാലേ പറയുള്ളൂ, ഇൻഷാ അല്ലാഹ്. ഇല്ലേ പറയില്ല. 20 മിനിറ്റ് ഇരിക്കൂല. ഈ ഇരിക്കുന്നവരോട് ചോദിക്കുക, 20 മിനിറ്റ് ഇരിക്കാന്നുള്ളത് കൈവയ്ക്കാൻ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ചില ആൾക്കാർ ഇത്രേ പോക്കുള്ളൂ, അപ്പൊ അതിന്റെ അർത്ഥം 10 മിനിറ്റ് എന്നാണോ? അല്ല, സംശയം കൊണ്ട് ചോദിച്ചു പോയത്. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നല്ല സദസ്സല്ലേ. അള്ളാഹിനെ പറ്റി പറയുമ്പോൾ, മാതാപിതാക്കളെ പറ്റി പറയുമ്പോൾ ഇതിനേക്കാളും നല്ല സദസ്സിന് ഏതാ? അതുകൊണ്ട് നല്ലൊരു ബോധമുണ്ടാക്കിയെടുക്കണം ഈ സദസ്സിൽ. അവരുടെ പൊരുത്തത്തോടു കൂടിയിട്ട് കടന്നു പോകണം. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ബലിയെറുക്കണായിട്ട് ബാപ്പ സ്വപ്നം കണ്ടേക്കണ്. അങ്ങനെ നിങ്ങളങ്ങനെ കണ്ടല്ലേ? എന്നാ ബാപ്പ ഓക്കെ, ഞാൻ റെഡിയാൻ. ഈ ഇരിക്കുന്ന നിങ്ങളെ കാണോ? എൻ്റെ പൊന്നാര ബാപ്പ വരെ സുബഹിസ്കരിച്ചിട്ട് എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറയാ, മോനെ, നിന്റെ ഒരു നഖം മുറിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടു എന്നാണ് പറഞ്ഞാൽ നമ്മുടെ കയ്യുണ്ടാവൂല, കൈപ്പത്തി ഉണ്ടാവൂല. പക്ഷെ മകൻ എന്താ പറഞ്ഞു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ പറഞ്ഞു, ബാപ്പ കുഴപ്പമില്ല. ഉടനെ കഴുത്തെന്റെ തറുക്കൂബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്കോ ബാപ്പ,
ആറ്റക്കനി മോനെ ഇതാ നിന്നിപ്പോൻ ഏറ്റം പിരീശത്താരിതായിന്നിപ്പോ നേരം കളയാതെ അറുക്കുവാപ്പാ നേരെ പിടിവാൽവേ ചറുക്കൂ ബാപ്പാ. ബാപ്പ നേരം കളയേണ്ട അർത്തോളിൻ, നന്നായിട്ട് കഴുത്തറുത്തോളിൻ. ആരെ പറഞ്ഞ ബാപ്പ പറഞ്ഞപ്പോ മക അനുസരിക്കാൻ എന്റെ കഴുത്തറക്കണ്ടെന്നല്ല, നിങ്ങൾക്ക് പിന്നെ മുഴു ഭ്രാന്താന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മക്കളോട് പറഞ്ഞ പിന്നെ ഈ ബാപ്പമാരാരെ മുഴു ഭ്രാന്തന്മാരായി, മുഴുവട്ടന്മാരെ, ഉമ്മക്ക മുഴു ഭ്രാന്തിയായി. മക്കളെ നന്മ കൊണ്ട് കൽപ്പിക്കുമ്പോ ഈ കാലഘട്ടത്തിന്റെ മക്കൾ പറയാൻ ഇവർക്ക് ഭ്രാന്താൻ. ചില മക്കൾ അങ്ങനെ പറയാറുണ്ട്. ആ മക്കൾ സൂക്ഷിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം ഗൗരവത്തോടുകൂടി കൊണ്ടുവരണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മനസ്സ് കൊടുത്തോ, യുവതികളെ കാതുകൊടുത്ത് കേൾക്കേണ്ടുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു തരാ. ബനൂ ഇസ്രായേലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പടച്ചവനേ, ഒരുപാട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നുപോയവനാണ്. പക്ഷേ പാതിരാത്രിയാകുമ്പോ വീട്ടുകളിലേക്കൊന്ന് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് മകനോട് പറയാ, പൊന്നുമോനെ, നീ കുറച്ചുകൂടെ നേരത്തെ വന്ന് കടന്നു വരുവോ എന്ന് പറയുന്ന സമയത്ത് പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് ഒരു ദിവസം പറഞ്ഞു, ഉമ്മ, ഞാൻ പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഞാൻ കടന്നു പോകുന്നവനല്ലേ ഉമ്മ. രണ്ടാമത്തെ ദിവസം മകൻ അവിടെ നിന്ന് താമസിച്ചു വന്നു. പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, നീ ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരുമെന്ന് വിചാരിച്ചു പോയതാ, നീ വന്നിട്ടില്ല. അപ്പോഴവിടെ മകന്റെ സ്വഭാവം മാറി. ഉമ്മ, ഞാൻ പോയത് വേറൊന്നിനുമല്ലല്ലോ, ഞാൻ പോയത് പടച്ചവനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി കിടന്നുറങ്ങുമ്പോ, യാ അല്ലാ, മൂന്നാമത്തെ ദിവസം അവനതാ താമസിച്ചു വരുമ്പോ വീടിന്റെ മുൻവശത്ത് വിളക്കിൽ എന്നെ വിളിച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയാണ്. ഉമ്മ ചോദിച്ചു, മോനെ, നീ ഒന്ന് കടന്നു വരാതെ ഉമ്മാക്ക് ഉറങ്ങാൻ കഴിയൂല. ആ സമയത്താണ് പടച്ച റബ്ബേ ആ പുന്നാര മകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉമ്മ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉമ്മ? ഞാൻ ഇവിടെ വരൂല ഉമ്മ, ഞാൻ വന്ന് കിടന്നുറങ്ങൂല ഉമ്മ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മാക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു പോയ മകൾ, അല്ലാഹുവേ, പിറ്റേ ദിവസം കടന്നു പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. പിന്നീട് മാസങ്ങളായി, 3 മാസമായി, 4 മാസമായി, 1 കൊല്ലം കഴിഞ്ഞു. ഉമ്മാന്റെ മനസ്സിന്റെ വേജാറ് വല്ലാത്തതാണ്. പടച്ചവനെ, പ്രിയപ്പെട്ട ആകപ്പാടമുള്ള ഒരേ ഒരു മകനാട്. ആ പൊന്നുമകൻ അവിടെ നിന്ന് വന്നിട്ടില്ലല്ലോ. അല്ലോ, ഒരു ദിവസം അതാ 1 മിനിറ്റെങ്കിലും താമസിച്ചു പോയാൽ മനസ്സ് പൊട്ടിയിട്ട് കരയുന്ന പ്രിയപ്പെട്ട ഉമ്മ അന്ന് മുതൽ പാതിരാത്രി ഇറങ്ങിയതാണ്. പിന്നീട് വീട്ടിലേക്ക് പോയിട്ടില്ല. എവിടെയാ പ്രിയപ്പെട്ട പൊന്നുമകനെന്നറിയാതെ, ഏതു ഭാഗത്താ പൊന്നുമകനെന്നറിയാതെ കാണുന്നവരോടൊക്കെ ചോദിക്കുകയാണ്, എന്റെ പുന്നാര മകന്റെ കഴുത്തിന്റെ ഭാഗത്തൊരു കരുത്ത അടയാളമുണ്ട്, അങ്ങനെ ഉള്ള ഒരു മകനെ കണ്ടോ? എല്ലാവരും പറയുന്നു, ഇല്ല ഉമ്മ. പടച്ചവനെ, 1 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. ബനൂ ഇസ്രായേലിന്റെ അങ്ങറ്റം വരെ ഈ ഉമ്മ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുകയാ. അപ്പോഴാണ് ഒരു വയോവൃദ്ധനായ മനുഷ്യനെ കാണുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല സഹോദരോ, എന്റെ ഒരു മകനെ കാണാതായിട്ട് 1 കൊല്ലമായി. അവൻ അല്ലാഹുവിനെ ഓർക്കുന്നവനാണ്. അവൻ പടച്ചവനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്നവനാണ്. അവൻ പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവനാണ്. ഇന്നേ വരേക്കൊരു മനുഷ്യനെ പോലും അവൻ അവിടെ നിന്ന് ദ്രോഹിച്ചിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോ പിന്നീട് വന്നിട്ടില്ലോ.
അവിടെന്ന് ആ സഹോദരൻ ചോദിച്ചു, അല്ല പെങ്ങളെ, നിങ്ങളുടെ മകന്റെ വല്ല അടയാളവുമുണ്ടോ? അപ്പോഴാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത്, എന്റെ പൊന്നുമോന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു കറുത്ത ഒരു പാടുണ്ട്, ഒരു കറുത്ത പാടുണ്ട്. അങ്ങനെയുള്ള ചെറിയൊരു അടയാളമല്ലാതെ എന്റെ പൊന്നുമകനെ പറ്റിയിട്ടറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, പെങ്ങളെ, എനിക്ക് അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ അറിഞ്ഞൂടാ. പക്ഷേ ഒരു യുവാവ് എപ്പോഴും ഈ ഒരു വഴിയിലൂടെ പോകുന്നത് കാണാം. അവനിങ്ങനെ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾക്ക് ഭ്രാന്താണോ, എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചേ, എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞിട്ട് ഇങ്ങനെ നെട്ടോട്ടമോടിയിട്ട് മണല് വാരി തലയിലിടുന്ന ഒരു ചെറുപ്പക്കാരന് അറിയാ എന്ന് പറയുമ്പോഴാ പെങ്ങൾ ചോദിച്ച, ആ ചെറുപ്പക്കാരെ എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയോ? കാണിച്ചു കൊടുത്തു. ആ കാണുന്ന ആട്ടുംപറ്റം കണ്ടോ? ആട്ടിൻപറ്റത്തിന്റെ ഇടയിൽ ആ ചെറുപ്പക്കാരനെ കാണാ. അവനിക്ക് നല്ല ഒരു ബോധമില്ല, അവൻ ഭ്രാന്തനാണ്. അവനിക്ക് ഭ്രാന്ത് പിടിച്ചവന്റെ മുടിയല്ല ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഈ പെങ്ങളവിടത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. ചെല്ലുമ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയാ, നിനക്ക് ഭ്രാന്താണോ, നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പെങ്ങൾക്കൊരു സംശയം, പടച്ചവനെ, ഇതെന്റെ മകനാണോ? അവന്റെ താടി വളർന്നിട്ടുണ്ടല്ലോ, അവന്റെ മുടി വളർന്നിട്ടുണ്ടല്ലോ. എന്നാൽ സംശയം കൊണ്ട് ചെന്നിട്ട് മുടിയൊന്ന് പൊക്കി നോക്കുമ്പോ ആ മകന്റെ കഴുത്തിലുള്ള കറുത്ത പാട് കാണുകയാണ്. ആ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പറയാ, അല്ലാഹുവേ, എന്റെ കുഞ്ഞറിയാതെ പറഞ്ഞു പോയവരാണ്. അവനിക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ അത് മാപ്പാക്കണമല്ലോ, നീ പുറത്തു കൊടുക്കണേ അല്ലോ എന്ന് പറയുമ്പോഴും ആ മോൻ വിളിച്ചു പറയാ, നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിലവിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മാർ ദ്വായാണ്. അവസാനം ആ ഉമ്മ അങ്ങനെ കരഞ്ഞു ദ്വാ ചെയ്യുന്നു, അല്ല, എന്റെ മകൻ അറിയാതെ പറഞ്ഞു പോയതാണ്, നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു ഇവിടുന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ട് ആ ഭ്രാന്തവിടന്ന് മാറ്റിയത്. അവസാന ഉമ്മ പൊന്നുമകനോട് പറയാ, മോനെ, നീ എന്നെ അതാവിടന്ന് നീ എന്നെ നല്ലതുപോലെ വിളിച്ചതല്ല, മനഃപൂർവ്വം വിളിച്ചതല്ല, എന്നാലും ഞാൻ നിന്റെ ഉമ്മയാ. മരണത്തോട് മല്ലടിക്കുന്ന വേദന അനുഭവിച്ചിട്ട് നിന്നെ ഞാൻ പ്രസവിച്ചതോ. അതുകൊണ്ട് മോനിന്നി തമാശക്ക് പോലും ഉമ്മാന ഭ്രാന്തി എന്ന് പറഞ്ഞിട്ട് വിളിക്കല്ല. ഇവിടെ ഒരു പാഠമുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മയോ പാപ്പയോ നിങ്ങളോട് വല്ലതും പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഭ്രാന്തായോ തള്ളേന്ന് ചോദിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, വേണ്ട വേണ്ട, അതിന് തമാശ കാണിയെങ്കിൽ പോലും അല്ലാഹു നിനക്ക് ഈ ഒരു രോഗം തരാതെ വിടൂല്ല. ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാ. ഉമ്മയെ ബാപ്പയെ വെറുപ്പിച്ചു കഴിഞ്ഞ, അവരെ കുറ്റം പറഞ്ഞ, അവരെ ആക്ഷേപിച്ച, അവരെ കളിയാക്കി പോയാൽ വല്ലാഹി ബാക്കി എല്ലാ തെറ്റുകൾക്കുള്ള പ്രതിഫലങ്ങളും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ മാറ്റിവെച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയെ ബാപ്പയെ വെറുപ്പിച്ചു പോയാ ഇന്നല്ലാഹ യുഅജ്ജിലുഹു, അല്ലാഹു അതിന്റെ ശിക്ഷ ഉടൻ തന്നെ തരുമെന്ന് പറഞ്ഞത് ഒരിക്കലും കളവ് പറയാത്ത താജ്ദാറേ മദീന സർവറേ ആലം നബിയുന മുഹമ്മദിനിൽ മുസ്തഫ. ഉറക്കെ പറയും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് നിർത്തിയേക്കാം. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞു, തമാശക്ക് പോലും, കണ്ടങ്ങള്, തമാശക്ക് പോലും എൻ്റെ മക്കളൊക്കെ ശ്രദ്ധിക്കും, തമാശക്ക് പോലും അവർ ദേഷ്യം പിടിപ്പിക്കും. അത് സ്വർഗാണ്. സ്വർഗം നേടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവർ നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുമ്പോഴും സഹിക്കുക, ക്ഷമിക്കുക, ഇല്ലേ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിപ്പൊക്കോളിൻ, എന്നാലൊന്നും പറയല്ലേ, ഒന്നും പറയല്ലേ, പറഞ്ഞ പെട്ടു. ആ മകൻ മനഃപൂർവ്വം പറഞ്ഞല്ല,
എന്താ ഉമ്മ നിങ്ങൾക്ക് ഭ്രാന്താണോ? ഇങ്ങനൊരു ചോദ്യം. എന്താണ് ഉമ്മ നിങ്ങൾക്ക് ഭ്രാന്താണോ? ഈ ഒരു ചോദ്യം കൊണ്ട് ഒരു കൊല്ലക്കാലം ഭ്രാന്തനായി ബനൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിയുടെ ചാരെ വേസ്റ്റുകൾ വാരിക്കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് മാറിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ നാനാഭാഗത്ത് പല ആളുകളെയും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഉമ്മയെ വെറുപ്പിച്ചിട്ടായിരിക്കാം, ഉമ്മയെ കളിയാക്കിയിട്ടായിരിക്കാം, ബാപ്പയെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കാം. ദുനിയാവിന്റെ പുറത്ത് ഉമ്മയെ പോലെ ബാപ്പയെ പോലെ ബലമുള്ള ഒന്നും ഈ ലോകത്തില്ല എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ കരുണക്കടലായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പാണത്, മാറ്റമില്ല.